അപ്പോൾ അമേരിക്കയിൽ ഒരു പാസ്റ്ററെ വിടാനായിട്ട് ഇവിടെ IPCയുടെ നേതൃത്വം കൈക്കൂലി വാങ്ങിയാൽ ആ സഭക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കത്തില്ലല്ലോ. അവർക്ക് വേണ്ടി പാസ്റ്ററെ അവർ കണ്ടെത്തുന്നു. പാവപ്പെട്ട ജനങ്ങൾ അവരുടെ അധ്വാനത്തിൻ്റെ പണം കൊണ്ട്, അതിൻ്റെ ഒരു ഓഹരി കൊണ്ട് ഈ സഭയെ വളർത്തിയെടുത്തു. എന്നാൽ ഇന്ന് വളരെ അപമാനകരമായൊരവസ്ഥയിലൂടെ ഈ സഭ കടന്നു പോവുകയാണ്. ഒരു പാസ്റ്റർ KV തോമസിൻ്റെ വെളിപ്പെടുത്തലിലല്ല നമ്മൾ ദുഃഖിക്കേണ്ടത്, സഭയുടെ ഇന്നത്തെ അവസ്ഥയിലാണ് നമ്മൾ ദുഃഖിക്കേണ്ടത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമുള്ളവരാണ് 99% ആളുകളും. അതൊരവസരമാക്കി മാറ്റിയ ചില വ്യക്തികൾ ഈ സഭയെ കൈയടക്കി വച്ചിരിക്കുന്നു, തെറ്റായ മാർഗത്തിലേക്ക് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. യാത്രയ്ക്കിടയിലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി IPCക്കാരായ നിരവധി ആളുകളുടെ ഫോൺ കോളുകൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സീനിയറായിരിക്കുന്ന ഒരു പാസ്റ്റർ KV തോമസ്, അദ്ദേഹം കേരളത്തിലെ പ്രമുഖമായ ഒരു യൂട്യൂബ് ചാനലിലൂടെ IPCയെക്കുറിച്ച് നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ, ചില ആരോപണങ്ങൾ, ആ കാര്യങ്ങൾക്ക് വേണ്ടി ആ ചാനലിൽ 4 എപ്പിസോഡുകളിലായി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 കേട്ടു. ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് IPCക്കാർ വളരെ വിഷമത്തോടെ ഫോൺ ചെയ്തതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്തിനാണ് പാസ്റ്റർ KV തോമസിൻ്റെ വെളിപ്പെടുത്തലുകളിൽ IPCക്കാർ വിഷമിക്കുന്നത്, അസ്വസ്ഥരാകുന്നത്? ഇതാണ് ചോദ്യം. എന്തൊക്കെയാണ് ഈ പാസ്റ്റർ KV തോമസ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് ആ വിഷമത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. പാസ്റ്റർ KV തോമസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് 5 കാര്യങ്ങളായിട്ട് ക്രോഡീകരിച്ച് പറയുവാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം 42 വർഷമായി IPCയിലാണ്. ദീർഘവർഷങ്ങളായി പല സഭകളിൽ ശുശ്രൂഷിച്ചു. ഇപ്പോഴും IPCയിലെ ഒരു ഓർഡൈൻഡ് പാസ്റ്ററാണ്. അദ്ദേഹം പെന്തക്കോസ്തിലേക്ക് വന്നതും പാസ്റ്ററായതും എല്ലാം തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. മാത്രവുമല്ല, അദ്ദേഹം വന്ന സഭ, അതായത് യാക്കോബായ സഭയിൽ തന്നെ തുടരുന്നതായിരുന്നു നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന പരിശുദ്ധാത്മ അഭിഷേകവും അന്യഭാഷയും തെറ്റാണ്, കപടമാണ്. മൂന്നാമത്തെ കാര്യം, IPCയിലെ നേതാക്കൾ അഴിമതിക്കാരാണ്. നാലാമത്തെ കാര്യം, IPCയിലെ സെൻട്രൽ പാസ്റ്റർമാർക്ക് ലക്ഷങ്ങളുടെ മാസ വരുമാനമുണ്ട്. അവർ സ്ഥലം മാറ്റത്തിന് പാസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു. അഞ്ചാമത്തെ കാര്യം, തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തനിക്ക് ലഭിച്ച മുഴുവൻ പണവും താൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്നാൽ IPCയിലെ പല പാസ്റ്റർമാരും ഒന്നിലധികം വീടുകളും കാറും ഒക്കെ സമ്പാദിച്ചിരിക്കുന്നു. ഇത്രയുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഇനിയും 2 വീഡിയോ കൂടെ വരാനുണ്ട്. അതിലെന്തൊക്കെയായിരിക്കും ഉള്ളടങ്ങിയിരിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ഈ 2 വീഡിയോകളിലൂടെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അടിസ്ഥാനപരമായി യാക്കോബായ സഭയിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരികയും ഏകദേശം 42 വർഷങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ നിൽക്കുകയും അതിലെ ഒരു ശുശ്രൂഷകനായി പല സഭകളിൽ, പ്രധാനപ്പെട്ട പല സഭകളിലും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു ദൈവദാസൻ, അദ്ദേഹം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത് ഗുരുതരമായ വിഷയമായി മാറുന്നു. മാത്രവുമല്ല, ഈ 70, അദ്ദേഹത്തിൻ്റെ എത്ര വയസ്സുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, എങ്കിലും ഒരു 70 വയസ്സെങ്കിലും അദ്ദേഹത്തിന് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ 70-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായതും അത് അദ്ദേഹം ഒരു പൊതുമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തേണ്ടി വന്നതുമൊക്കെ വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ IPCയുടെ കാര്യം വലിയ കഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. കാലാകാലങ്ങളിൽ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ച് മറ്റു പല സഭകളിൽ നിന്നും പെന്തക്കോസ്തിലേക്ക് വന്ന് ഈ പ്രസ്ഥാനങ്ങളിൽ നിലനിൽക്കുകയും ശുശ്രൂഷ രംഗങ്ങളിൽ പ്രശോഭിക്കുകയും ശക്തമായ നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത പല അനുഗ്രഹീതരായ ദൈവദാസന്മാരും വിവിധ കാരണങ്ങളാൽ പെന്തക്കോസ്ത് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വിട്ടുപോയവരിൽ പലരും പെന്തക്കോസ്തിൻ്റെ ആശയങ്ങൾക്കെതിരെ, പെന്തക്കോസ്ത് ഉപദേശങ്ങൾക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ പാസ്റ്റർ KV തോമസ് പെന്തക്കോസ്ത് വിട്ടു പോകുന്നതിന് മുൻപെയാണ്
അദ്ദേഹം സഭയ്ക്കെതിരെയും സഭ വിശ്വസിക്കുന്ന ഉപദേശങ്ങൾക്കും പഠിപ്പിക്കലുകൾക്കുമെതിരെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത് അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അധികാര കേന്ദ്രങ്ങളാണ്, പ്രസ്ബിറ്ററിയാണ്, സഭാ നേതാക്കന്മാരാണ്. അവർ സമീപ ദിവസങ്ങളിൽ അതിന് മറുപടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലാകാലങ്ങളിൽ പലരും പെന്തക്കോസ്ത് വിട്ടുപോയിട്ടുണ്ടെന്ന്. സാധാരണക്കാരായ ആളുകൾ പല കാരണങ്ങളാൽ വിട്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ നേതൃത്വത്തിലുള്ളവരും വിട്ടുപോയിട്ടുണ്ട്. നല്ല പ്രസംഗകർ വിട്ടുപോയിട്ടുണ്ട്, നല്ല അധ്യാപകർ വിട്ടുപോയിട്ടുണ്ട്. അവരൊക്കെ വിട്ടുപോകുന്നത് നമുക്ക് ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ അവരൊക്കെ വിട്ടുപോയതുകൊണ്ടും പെന്തക്കോസ്തിന് ഒരു ദോഷവും എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അത് അനുദിനം വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു വശം. അപ്പോൾ തന്നെ വിട്ടുപോകുന്നവർ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതിലും അർത്ഥമൊന്നുമില്ല. എൻ്റെ ഒരു സ്നേഹിതനും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷിബു പീഡിയക്കൽ. സമീപകാലത്ത് ആശയപരമായ വ്യത്യാസങ്ങളാൽ പെന്തക്കോസ്ത് ഉപേക്ഷിച്ചു പോയൊരു വ്യക്തിയാണ് അദ്ദേഹം. അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഇപ്പോഴും പെന്തക്കോസ്തിനെതിരായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലോകപ്രസിദ്ധനായ അനുഗ്രഹീതനായ ഒരു പെന്തക്കോസ്ത് ലീഡറായിരുന്നു സ്വീഡിഷ് വംശജനായ സ്വീഡനിലെ ഒരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററായ ഉൾഫ് എക്മാൻ. അദ്ദേഹത്തിന് ലോകമെങ്ങുമായി 400ഓളം ബൈബിൾ സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും അദ്ദേഹത്തിന് ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു, റഷ്യയിലും അദ്ദേഹത്തിന് ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ സുവിശേഷകരെ പരിശീലിപ്പിച്ചു കൊണ്ടിരുന്ന, പെന്തക്കോസ്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി, ലോകമെങ്ങുമുള്ള സുവിശേഷീകരണത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തിരുന്ന ആ അനുഗ്രഹീതനായ ദൈവദാസൻ ഒരു പ്രഭാതത്തിൽ തൻ്റെ സ്വീഡനിലെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് വിശ്വാസം വിട്ട് കത്തോലിക്ക സഭയിലേക്ക് ചേരുവാൻ പോകുന്നു. സഭാജനങ്ങൾ ഞെട്ടിപ്പോയി. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞതുപോലെ ചെയ്തു. അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പോയി. നമുക്കറിയാം, പെന്തക്കോസ്തിലെ ഒരു പ്രസംഗകനും സുവിശേഷകനും ഒക്കെയായിരുന്ന സജിത് കണ്ണൂർ, അദ്ദേഹം പെന്തക്കോസ്ത് വിട്ട് സമീപകാലത്ത് കത്തോലിക്ക സഭയിലേക്ക് പോവുകയും വലിയ വിവാദങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റൊരാൾ അതിപ്രശസ്തനാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അംഗമായിരുന്ന KP യോഹന്നാൻ. ഇന്ത്യ മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി, ഏഷ്യ മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തൊരു മനുഷ്യൻ. ഇന്ത്യയിൽ അദ്ദേഹത്തെ പോലെ യേശുക്രിസ്തു കർത്താവെന്ന്, യേശുക്രിസ്തു ദൈവമെന്ന് ഇത്രയധികം വിളിച്ചു പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാകുകയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ത്യജിച്ചു. ദയനീയമായൊരു അന്ത്യം അദ്ദേഹത്തിനുണ്ടായതും നമുക്കെല്ലാവർക്കും ദുഃഖമുളവാക്കിയ സംഗതിയാണ്. ഇങ്ങനെ കാലാകാലങ്ങളിൽ പെന്തക്കോസ്ത് ഉപേക്ഷിച്ചു പോയ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ഉപേക്ഷിച്ചു പോയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് ഇന്നും നിലനിൽക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം പാസ്റ്റർ KV തോമസ് ഉയർത്തുന്ന ആശയങ്ങളെയും അദ്ദേഹം പെന്തക്കോസ്തിനെതിരെ പറയുന്ന കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്തുവാൻ. ഓരോരുത്തരും സഭ വിട്ടുപോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഇവിടെ നിന്ന് അവർ പ്രതീക്ഷിച്ചതുപോലെ പലതും ലഭിക്കാതെ വരുന്നതായിരിക്കാം, നിരാശകൾ ഉണ്ടായതായിരിക്കാം, അവഗണനകൾ ഉണ്ടായതായിരിക്കാം, അവർ ആഗ്രഹിച്ചതുപോലെ സഭയിൽ ഉയരുവാൻ സാധിക്കാഞ്ഞതായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ ആളുകൾ വിട്ടുപോകുന്നതിനുണ്ട്. പിന്നെ ആശയപരമായ വ്യത്യാസങ്ങൾ കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ഏത് കാരണത്താലായാലും പെന്തക്കോസ്ത് വിട്ട് ആളുകൾ പോകുക എന്നുള്ളത് വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്കതിൽ ദുഃഖിക്കുക എന്നുള്ളതല്ലാതെ അവരെ പിടിച്ചു നിർത്തുവാൻ, കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവരുടെ മാറ്റത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് പറയുവാനോ മനസ്സിലാക്കുവാനോ ഒക്കെ സാധിച്ചെന്നിരിക്കാം. എന്നാൽ പാസ്റ്റർ KV തോമസ് ചെയ്തതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഒരു മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലേക്ക് വന്നാൽ വളരെ വിചിത്രമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം യാക്കോബായ സഭ വിട്ട് മുന്നോട്ട് വന്നത്, പെന്തക്കോസ്തിലേക്ക് വന്നത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അതിൽ ദുഃഖം തോന്നുന്നുണ്ട്, മടങ്ങിപ്പോയാൽ കൊള്ളാമെന്നുണ്ട്. പെന്തക്കോസ്തിൽ വന്നതൊരു തെറ്റായിപ്പോയി, ശുശ്രൂഷകനായത് തെറ്റായിപ്പോയി. അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചിന്തയാണ്. 42 വർഷമെടുത്തു അദ്ദേഹം അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താൻ എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. എങ്കിലും അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ.
രണ്ടാമത് അദ്ദേഹം വേദപുസ്തകപരമായ ഒരു കാര്യത്തെയാണ് പരാമർശിച്ചിരിക്കുന്നത്, അന്യഭാഷയ്ക്കെതിരെയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും വേദപുസ്തകം ഈ 42 വർഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്യഭാഷയ്ക്കെതിരെ പറയുന്നു. അതിന് അദ്ദേഹം നിരത്തുന്ന കുറച്ച് ന്യായങ്ങളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ ദീർഘകാലങ്ങളായിട്ട് അന്യഭാഷയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നവർ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ അധികം ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ, അല്ലെ പെന്തക്കോസ്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പെന്തക്കോസ്തിലുള്ള എല്ലാവരുടെയും അന്യഭാഷ തെറ്റാണെന്ന് പറയുന്നു. സത്യത്തിൽ പെന്തക്കോസ്തിനകത്ത് ഈ അന്യഭാഷ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അളന്നു നോക്കുവാനുള്ള ഒരു സംവിധാനവുമില്ല. അപ്പോൾ അത് ഒരാളുടെ അന്യഭാഷ ശരി, മറ്റൊരാളുടെ തെറ്റെന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. വ്യാജമായി അന്യഭാഷകൾ പറയുന്നവരുണ്ടായേക്കാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വേദികളിൽ ഉച്ചത്തിൽ അന്യഭാഷ പറയുന്നതിനോടൊക്കെ എനിക്കുള്ള വിയോജിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്യഭാഷ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതും അത് കൃത്യമായി അനുഭവിച്ചിട്ടുള്ളവരും അത് ആ നിലയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകത്തുണ്ട്. വ്യാജന്മാരുണ്ടെന്നുള്ളത് കൊണ്ട് നല്ലതില്ലാതാകത്തില്ലല്ലോ. അപ്പോൾ ഇത് കർത്താവ് തന്നെ പറഞ്ഞതുപോലെ കൊയ്ത്തോളം കളയും വളരുമെന്നുള്ളത് പോലെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വ്യാജന്മാരും എന്തുണ്ടാകും? സഭയ്ക്കകത്തുണ്ടാകും. ആദിമസഭയിൽ തന്നെ വ്യാജന്മാരുണ്ടായിരുന്നു. അന്യഭാഷയും പരിശുദ്ധാത്മാഭിഷേകത്തെയും ഒക്കെ കാശ് കൊടുത്തു വാങ്ങുവാൻ ശ്രമിക്കുന്ന ശിമോനെ പോലെയുള്ള ആളുകൾ സഭയ്ക്കകത്തുണ്ടായിരുന്നു. ഉണ്ടാകാം, ഇന്നും ഉണ്ടാകാം, അന്നത്തേക്കാൾ കൂടുതൽ അളവിൽ ഇന്നും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 42 വർഷമായി അദ്ദേഹം വ്യാജമായി എന്ത് ചെയ്യുകയായിരുന്നു? അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പലരും ഉണ്ടായേക്കാം. ഏതെങ്കിലും സമയത്ത് അത് എന്തു ചെയ്യും? വെളിപ്പെട്ട് വരും. മേ ബി ഇന്നത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നിത്യതയിലെത്തുമ്പോഴെങ്കിലും ഏതായിരുന്നു ശരി, ഏതായിരുന്നു വ്യാജമെന്ന് തിരിച്ചറിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് IPC കുറിച്ചാണ്. IPCയുടെ നേതൃത്വം അഴിമതിക്കാരാണ്. ഇതൊരു പൊതുവായ പ്രസ്താവനയാണ്. പലരും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ പൊതുവായി IPCയുടെ നേതൃത്വം അഴിമതിക്കാരാണെന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം അല്ലെങ്കിൽ അതിന് പറയുന്ന തെളിവായി പറയുന്ന കാര്യം, ഈ IPCയുടെ നേതാക്കൾ ശുശ്രൂഷകന്മാരെ വിദേശത്തേക്ക് നിയമിക്കുമ്പോൾ, വിദേശത്തെ സഭകളിലേക്ക് നിയമിക്കുമ്പോൾ വൻ തുക കൈക്കൂലി വാങ്ങുന്നു എന്നാണ്. സത്യത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് പൊതു സ്ഥാപനങ്ങളൊന്നുമില്ല, സ്കൂളുകളോ കോളേജുകളോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ അഴിമതിയുണ്ട്, നിയമനത്തിന് പണം വാങ്ങുന്നു, അല്ലെങ്കിൽ അഡ്മിഷന് പണം വാങ്ങുന്നു എന്നൊന്നും പറയാനൊക്കത്തില്ലല്ലോ. പിന്നെ ആകെ പറയാൻ പറ്റുന്നത് സഭയുടെ നേതാക്കൾ ശുശ്രൂഷകന്മാരെ നിയമിക്കുമ്പോൾ പണം വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ IPCയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു വ്യാജമാണിത്. കാരണം ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൗൺസിലുകളിൽ ഒരു 2.5 പതിറ്റാണ്ടോളം ഇരുന്നിട്ടുള്ള ആളാണ്. മാത്രവുമല്ല IPC കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവിൽ ഒരു ടേമും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-30 വർഷത്തെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള സഭാ നേതൃത്വവുമൊക്കെയായിട്ട് അടുത്ത് ഇടപെടേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടും പാസ്റ്റേഴ്സുമായി വളരെ അടുത്ത് സഹകരിക്കേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടും ഈ സഭയുടെ ഭാഗമായി നിന്നിട്ടുള്ളത് കൊണ്ടും ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്താം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു 250 അല്ല ഒരു 300 സഭകളുണ്ടെന്ന് വിചാരിച്ചു. അമേരിക്കയിൽ ഒരു 100ഓളം സഭകളുണ്ട്, 100 സഭകളുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കുറേ അധികം സഭകളുണ്ട്. യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സഭകളുണ്ട്. ഈ യൂറോപ്പിലെ IPCയുടെ സഭകളിൽ പലതും, ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നുണ്ടാകാം, അല്ലെ അദ്ദേഹത്തിന് ജോലി ഉണ്ടാകാം, അദ്ദേഹം അവിടെ ചെന്നു ഒരു കൂട്ടായ്മ ആരംഭിച്ചു, അങ്ങനെ ആരംഭിച്ച സഭകളാണ്. ആ സഭകളിലൊന്നും പാസ്റ്റേഴ്സിന് നിയമനമോ സ്ഥലം മാറ്റമോ ഒന്നുമില്ല. യൂറോപ്പിലായാലും ഓസ്ട്രേലിയയിലായാലും ഒന്നും അങ്ങനെ സ്ഥലം മാറ്റങ്ങളില്ല. ഗൾഫിലെ ചില സഭകളുണ്ട്, കുവൈറ്റിൽ, UAEയിൽ, ബഹ്റിനിൽ, ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ IPCയുടെ ചില സഭകൾ പൊതുവായി പലര് ചേർന്ന് സ്ഥാപിച്ചതോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയതോ പിന്നീട് അദ്ദേഹം പോയപ്പോൾ പുതിയ ആളുകളെ നിയമിച്ചതോ ഒക്കെ ആയിട്ടുള്ള സഭകളുണ്ട്. ഗൾഫിലുള്ള ചില സഭകളിലേക്ക് മാത്രമാണ് കേരളത്തിൽ നിന്ന് പാസ്റ്റേഴ്സിനെ നിയമിക്കുന്നത്. എല്ലാ സഭകൾക്കും അല്ല, ചില സഭകൾക്ക് വേണ്ടി മാത്രം. അത് തന്നെ ഗൾഫിലെ ഓരോ സഭയും തങ്ങൾക്ക് ആവശ്യമുള്ള പാസ്റ്ററെ കണ്ടെത്തിയിട്ട് കേരളത്തിലേക്ക് അല്ലെങ്കിൽ IPCയുടെ നേതൃത്വത്തോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന പാസ്റ്ററെ വേണമെന്ന്. അപ്പോൾ അവരാവശ്യപ്പെടുന്ന പാസ്റ്ററെ ഇവിടുന്ന് നിയമിക്കുക, അല്ലെങ്കിൽ ഒരു നിയമന ഉത്തരവ് കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ കേരളത്തിലുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ IPCയുടെ നേതൃത്വത്തിന് കാര്യമായ റോൾ അതിനകത്തില്ല. അതായത് ഓരോ ലോക്കൽ സഭയും അതിൽ തന്നെ ഇൻഡിപെൻഡൻ്റാണ്. IPCയുടെ കേന്ദ്ര നേതൃത്വത്തിന് വിദേശത്തുള്ള സഭകളിൽ കാര്യമായ ഒരു നിയന്ത്രണവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഗൾഫിലുള്ള ഈ സഭകളിലേക്കുള്ള നിയമനത്തിന് ഇവിടെ കൈക്കൂലി വാങ്ങിയിട്ട് ഒരാളെ അങ്ങോട്ട് വിട്ടാൽ ആ സഭകൾ സ്വീകരിക്കത്തില്ല. വേണമെങ്കിൽ നിർദ്ദേശിക്കാം, നിങ്ങൾ ഈ പാസ്റ്ററെ എടുത്താൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുവേണ്ടി ആരെങ്കിലും 5 ലക്ഷം രൂപയൊക്കെ പാസ്റ്റർ KV തോമസ് പറഞ്ഞതുപോലെ കൈക്കൂലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കുവാൻ സാധിക്കും? ശുദ്ധ വ്യാജമാണത്, മനസ്സിലാക്കുക. ഇനി അമേരിക്കയിലെ സഭകളുടെ കാര്യമെടുക്കാം. അമേരിക്കയിലുള്ള IPC സഭകൾ, അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ മലയാളി പെന്തക്കോസ്ത് സഭകൾ IPCക്കാണുള്ളത്. ഈ IPC സഭകൾ സ്വതന്ത്ര സഭകളാണ്. അവിടെ റീജിയൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാം ഓരോന്നും സ്വതന്ത്ര സഭകളാണ്. അവർക്ക് സ്വതന്ത്രമായ ഭരണഘടനയുണ്ട്. അവർക്ക് വേണ്ടിയ പാസ്റ്റേഴ്സിനെ അവർ തപ്പിയെടുത്ത് അവർ നിയമിക്കുന്നു. പലപ്പോഴും അവർ കേന്ദ്രത്തിൽ അറിയിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എൻ്റെ പത്രത്തിനകത്ത് ധാരാളം പാസ്റ്റേഴ്സ് വാണ്ടഡ് പരസ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവർ വെക്കുന്ന ചില ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ അതെല്ലാം ഫുൾഫില്ല് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പ്രസംഗം വീഡിയോയിലൂടെയൊക്കെ എടുത്ത് പ്രസംഗം അയച്ചു കൊടുത്ത് ആ പ്രസംഗം ബോർഡ് കൂടിയിരുന്ന് കേട്ട് പലരുടെ പ്രസംഗം കേട്ട് അപ്രൂവ് ചെയ്ത് ഇൻ്റർവ്യൂ നടത്തിയൊക്കെ അവരവരുടെ പാസ്റ്ററെ കണ്ടെത്തുകയാണ്. ഒരു കാര്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. IPCയുടെ പ്രമുഖമായ പല സഭകളിലും ഇപ്പോൾ ശുശ്രൂഷകന്മാരായിരിക്കുന്നത് IPCക്കാരായ ദൈവദാസന്മാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അമേരിക്കയിലുള്ള IPCയുടേതെന്ന് പറയുന്ന പല പ്രമുഖ സഭകളിലും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് AGയിൽ ഓർഡിനേഷൻ എടുത്തിട്ടുള്ള പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ AGക്കാരായ പാസ്റ്റേഴ്സ് ഒക്കെ ആ സഭകളിൽ ശുശ്രൂഷകന്മാരായിരിക്കുന്നു. അതിനകത്തൊന്നും ആർക്കും എന്തില്ല. ഇവിടെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു തരത്തിലും അതിനകത്ത് ഇടപെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അമേരിക്കയിൽ ഒരു പാസ്റ്ററെ വിടാനായിട്ട് ഇവിടെ IPCയുടെ നേതൃത്വം കൈക്കൂലി വാങ്ങിയാൽ ആ സഭക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കത്തില്ലല്ലോ. അവർക്ക് വേണ്ടി പാസ്റ്ററെ അവർ കണ്ടെത്തുന്നു, അവർ പരസ്യം കൊടുക്കുന്നു, ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് ബോർഡ് തീരുമാനിക്കുന്ന ആളെ അവരെടുക്കുന്നു. അത് IPCക്കാരനായിരിക്കണമെന്ന് പോലും അവർക്ക് നിർബന്ധമില്ല. എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് പാസ്റ്റർ സാബു വർഗീസ്. അമേരിക്കയിലെ IPCയുടെ ആദ്യത്തെ സഭ ICA, ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി, ന്യൂയോർക്കിൽ, ആ സഭയിൽ ഇപ്പോഴത്തെ ശുശ്രൂഷകനാണ് പാസ്റ്റർ സാബു വർഗീസ്. പാസ്റ്റർ സാബു വർഗീസ് നേരത്തെ IPCയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഭയെന്ന് പറയാൻ പറ്റുന്ന സഭയാണ് ഹൂസ്റ്റണിലെ IPC ഹെബ്രോൺ ചർച്ച്. ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ബേസിക്കലി ഒരു അസംബ്ലീസ് ഓഫ് ഗോഡുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ IPCയുടെ പാസ്റ്ററായിട്ട് അവരെടുത്തു. ആ തീരുമാനത്തെ കേന്ദ്ര നേതൃത്വത്തിന്, IPCയുടെ നേതൃത്വത്തിന് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാനൊക്കും? അപ്പോൾ അമേരിക്കയിലെ ഒരു സഭയിലേക്ക് ഒരു നിയമനവും IPCയുടെ കേന്ദ്ര നേതൃത്വത്തിന് നടത്തുവാൻ സാധിക്കത്തില്ല. അവിടുത്തെ ലോക്കൽ സഭകളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? തികച്ചും വ്യാജമായ ആരോപണമാണത്. ഞാനത് അത്രയും വ്യക്തമാക്കിക്കൊണ്ട് ആ ഭാഗം വിടട്ടെ. ഇതൊക്കെ സത്യത്തിൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് സഭാ നേതൃത്വമാണ്. അവരത് ചെയ്യുമെന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. എന്തോ ഇതുവരെ അവരതിനോടൊന്നും പ്രതികരിച്ച് കണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹം ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. IPCയുടെ നേതാക്കന്മാർ പലരും ബൈബിൾ സ്കൂളുകൾ നടത്തി പണമുണ്ടാക്കുന്നു. അതിനകത്തൊരു കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ ധാരാളം ബൈബിൾ സ്കൂളുകൾ, ബൈബിൾ കോളേജുകളൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ബൈബിൾ കോളേജുകളെല്ലാം സഭയ്ക്ക് ഭാരത സുവിശേഷീകരണത്തിന് പ്രയോജനപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നടത്തിപ്പുകാരിൽ പലരും
ആ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പന്നരായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പല ബൈബിൾ കോളേജ് ഉടമകളും അല്ലെങ്കിൽ അത് നടത്തിപ്പുകാരും വളരെ ചെറിയ നിലയിൽ ആരംഭിച്ചു. കാലക്രമേണ അത് വളർന്നു വന്നു. വിദേശ ബന്ധങ്ങളുണ്ടായി, അല്ലെങ്കിൽ വിദേശത്തെ ഏതെങ്കിലും സഭകൾ, ഏജൻസികൾ അവരെ സഹായിച്ചു. അങ്ങനെ സഹായിച്ച് സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ടായി. പിൽക്കാലത്ത് ഈ ബൈബിൾ സ്കൂളുകളിലൊന്നും പഠിക്കുവാൻ ആളില്ലാതെ വന്നപ്പോൾ ബൈബിൾ കോളേജിന് വേണ്ടി വാങ്ങിയ ഈ വസ്തുക്കൾ അല്ലെങ്കിൽ അതിനുണ്ടാക്കിയ കെട്ടിടങ്ങൾ, ഇതൊക്കെ വലിയ വിലയുള്ള സമ്പത്തായി മാറിയത് ഇവരിൽ പലരും അത് സ്വകാര്യമായി വിറ്റ് അവരുടെ സമ്പത്താക്കി അവരുടെ കുടുംബത്തിൻ്റേതാക്കി മാറ്റി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അത് IPCക്കാർ മാത്രമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ പലരും അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്ക് പറയാൻ പോയാൽ നമുക്ക് ഒത്തിരി പറയേണ്ടി വരും. സത്യത്തിൽ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. അതൊക്കെ അവർ കണക്ക് ബോധിപ്പിക്കേണ്ട ഇടത്ത് അവരൊക്കെ ബോധിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. അടുത്തതായിട്ട് പാസ്റ്റർ KV തോമസ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, സെൻട്രൽ പാസ്റ്റർമാർ വലിയ സമ്പന്നരായി മാറിയിരിക്കുന്നു. അവർ സ്ഥലം മാറ്റത്തിന് കൈക്കൂലി വാങ്ങുന്നു. അവർക്ക് പലർക്കും പ്രതിമാസം ലക്ഷങ്ങളുടെ വരുമാനമുണ്ട്. അദ്ദേഹം അതൊക്കെ വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതായത് ഓരോ സെൻട്രൽ പാസ്റ്റർക്കും ആ സെൻറ്ററിലെ 50 സഭയുണ്ടെങ്കിൽ 50 സഭയിലെ പാസ്റ്റർമാർ 1000 2000 ഒക്കെ വെച്ച് ദശാംശം കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ അങ്ങനെ കിട്ടുന്നു. പിന്നെ കല്യാണം നടത്തുന്നു, അല്ലെങ്കിൽ കൺവെൻഷൻ പ്രസംഗിക്കുന്നു, ഇങ്ങനെയൊക്കെ പണം ലഭിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കുമ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് സാധാരണക്കാർക്ക് തോന്നാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിവില്ലാത്തവർക്കും തോന്നാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഈ കണക്കുകളൊന്ന് വ്യക്തമാക്കി തരാം. IPCക്ക് ആകെ 150 സെൻറ്ററുകളാണ് കേരളത്തിലുള്ളതെന്നാണ് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ 160 ആയിരിക്കാം. അപ്പം 160 സെൻറ്ററുകളിലായി 3000-ഓളം സഭകളാണുള്ളത്. ഈ 3000 സഭകളിൽ 1500 സഭകളും സ്വയം പര്യാപ്തമായ സഭകളല്ല എന്ന് തിരിച്ചറിയുക. സ്വയം പര്യാപ്തമല്ലെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അംഗങ്ങളെ ആ സഭകളിൽ കാണത്തുള്ളൂ. സ്വന്തമായി ആരാധനാലയമോ പാഴ്സനേജോ ഉണ്ടായിരിക്കണമെന്നില്ല. ആ സഭയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ആ സഭയുടെ ശുശ്രൂഷകൻ്റെ ജീവിത സന്ധാരണത്തിന് സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ സെൻട്രൽ പാസ്റ്ററാണ് എന്ത് ചെയ്യേണ്ടത്? സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു സെൻറ്ററിൽ ഏകദേശം 20 അല്ലെങ്കിൽ 25 സഭകളാണ് ആവറേജ് ഉള്ളത്. അതിലൊരു 10 സഭ നല്ല സഭയായിരിക്കാം. ബാക്കി 15 സഭകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് സെൻട്രൽ പാസ്റ്ററുടെ ചുമതലയാണ്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 50 സഭകളുള്ള സെൻറ്ററുകളുണ്ട്. വളരെ കുറച്ച് 10-15 സെൻറ്ററുകൾ മാത്രമേ ഇങ്ങനെ സാമ്പത്തികമായി പ്രാപ്തിയുള്ള സഭകൾ മാത്രമായിട്ടുള്ള സെൻറ്ററുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 10-15 എണ്ണം കാണും. അതായത് ഒരു 10% സഭകൾ സെൻറ്ററുകൾ മാത്രമേ സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലുള്ളതുള്ളൂ. അതായത് ഈ 150-ൽ 75 സെൻറ്ററുകൾ ഏകദേശം അവരുടെ കാര്യങ്ങൾ നടന്നു പോകത്തക്ക നിലയിലുള്ള സെൻറ്ററുകളായിരിക്കും. ഇനി അവിടുത്തെ ഒരു സെൻട്രൽ പാസ്റ്ററുടെ വരുമാനം എത്രയുണ്ടെന്ന് നമ്മളൊന്ന് മനക്കണക്ക് കൂട്ടിയാൽ IPCയിൽ ഒരു ലോക്കൽ സഭയുടെ പാസ്റ്റർ തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ദശാംശം സെൻട്രൽ പാസ്റ്റർക്ക് കൊടുക്കണമെന്നാണ് ഒരു വെപ്പ്. എന്നാൽ ഒരു സെൻട്രൽ പാസ്റ്റർക്കും ഒരു ലോക്കൽ പാസ്റ്ററും തനിക്ക് ലഭിക്കുന്ന മുഴുവൻ വരുമാനത്തിൻ്റെ ദശാംശം കൊടുക്കാറില്ല. കാരണം അദ്ദേഹത്തിന് മറ്റ് പല ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് പല ആർക്കെങ്കിലും സംഭാവന കൊടുക്കേണ്ടതൊക്കെ ഈ ദശാംശത്തിൽ നിന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ദശാംശത്തിൻ്റെ ഒരംശം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സെൻട്രൽ പാസ്റ്റർക്ക് കൊടുക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ പാസ്റ്റർക്ക് ഒരു ലോക്കൽ സഭാ ശുശ്രൂഷകൻ കൊടുക്കാൻ സാധ്യതയുള്ളത് 1000 രൂപയോ അതിൽ താഴെയോ ഉള്ള ഒരു തുകയായിരിക്കും. കാരണം ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകന് 10,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ ഈ പറഞ്ഞ 1500 സഭകളിലേ കാണത്തുള്ളൂ. അപ്പോൾ അവരുടെ വരുമാനത്തിൽ നിന്ന് അവർ ഒരു തുക, ദശാംശമെന്ന് പറയുവാനൊക്കുകയില്ല, 1000 രൂപയോ 500 രൂപയോ ഒക്കെ സെൻട്രൽ പാസ്റ്റർക്ക് കൊടുത്തെന്നിരിക്കുക. അപ്പോൾ 25 സഭകളുള്ള ഒരു സെൻട്രൽ പാസ്റ്റർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് മാക്സിമം പോയാൽ 25,000 രൂപയാണ്, അല്ലെ 30,000 രൂപയാണ്. അതിനപ്പുറത്തേക്കൊക്കെ പോകുന്ന സെൻറ്ററുകൾ വളരെ വിരലിലെണ്ണാവുന്ന സെൻറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ പാസ്റ്ററുടെ ചുമതലയാണ് സെൻറ്ററുകളെ വളർത്തിയെടുക്കുക എന്നുള്ളത്.
വളരെ ഭംഗിയായി തങ്ങളുടെ സെൻറ്ററുകൾ വളർത്തിയെടുക്കുന്ന സെൻട്രൽ പാസ്റ്റർമാരുണ്ട്. ലോക്കൽ സഭകൾക്ക് ആരാധനാലയങ്ങൾ ഉണ്ടാകണം, പാഴ്സനേജുകൾ ഉണ്ടാകണം, ശവക്കോട്ടകൾ ഉണ്ടാകണം. ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റേഴ്സിന് പ്രതിമാസം എന്തെങ്കിലും സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടിയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന കഷ്ടപ്പെടുന്ന സെൻട്രൽ പാസ്റ്റർമാരെ എനിക്കറിയാം. എന്നാൽ നല്ല വരുമാനമുള്ള സെൻറ്ററുകളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു പണിയും ചെയ്യാതെ പാസ്റ്റേഴ്സിൻ്റെ ദശാംശം വാങ്ങി അല്ലെ അവർ കൊടുക്കുന്ന സംഭാവന വാങ്ങി സെൻറ്ററിൻ്റെ ചുമതലയും വഹിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാരുണ്ട്. അപ്പന്മാരുടെ പിന്തുടർച്ചയായി സെൻറ്ററുകളുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന മക്കളുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ കണക്കുകൾക്കനുസരിച്ചുള്ള വരുമാനമൊന്നും ഈ സെൻറ്ററുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി അദ്ദേഹം പറയുന്നത് 100% ശരിയെന്ന് പറയുവാൻ സാധിക്കത്തില്ല. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ദൈവദാസൻ ചില ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തണം. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ പ്രമുഖമായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഒരു ചാനലിലൂടെ ഒരു IPCയിലെ ഒരു സെൻട്രൽ പാസ്റ്റർ അല്ലെ ഒരു പാസ്റ്റർ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത് സഭയ്ക്കുണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കുമെന്ന് തിരിച്ചറിയുകയും അതിന് പരിഹാരം വരുത്തുകയും ചെയ്യേണ്ടത് IPC നേതൃത്വമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. IPCയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ 100 വർഷത്തോളം ആയിരിക്കുന്നു ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട്. ത്യാഗപൂർണമായി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഇതിനെ വളർത്തിയെടുത്ത ആയിരക്കണക്കിന് ദൈവദാസന്മാർ, സഭാജനങ്ങൾ, അവരെയൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ പിതാവും മലബാറിലെ ഒരു പയനിയർ മിഷണറി ആയിരുന്നു. അതുപോലെ എത്രയോ പേർ അവരുടെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ത്യാഗോജ്ജലമായ ജീവിതം ഒഴിഞ്ഞുവെച്ച് പ്രവർത്തിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, അവരെ സപ്പോർട്ട് ചെയ്ത സാധാരണക്കാരായ വിശ്വാസികൾ, പാവപ്പെട്ട ജനങ്ങൾ അവരുടെ അധ്വാനത്തിൻ്റെ പണം കൊണ്ട് അതിൻ്റെ ഒരു ഓഹരി കൊണ്ട് ഈ സഭയെ വളർത്തിയെടുത്തു. എന്നാൽ ഇന്ന് വളരെ അപമാനകരമായൊരവസ്ഥയിലൂടെ ഈ സഭ കടന്നു പോവുകയാണ്. ഒരു ഭാഷ KV തോമസിൻ്റെ വെളിപ്പെടുത്തലിലല്ല നമ്മൾ ദുഃഖിക്കേണ്ടത്, സഭയുടെ ഇന്നത്തെ അവസ്ഥയിലാണ് നമ്മൾ ദുഃഖിക്കേണ്ടത്. ഓരോ IPCക്കാരനും ദുഃഖിക്കണം, പ്രാർത്ഥിക്കണം, അത് നല്ലതാണ്. സഭയ്ക്ക് വേണ്ടി കരയണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ സഭയെ ഇപ്പോൾ നയിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. ജനാധിപത്യ പ്രക്രിയയെ മുഴുവൻ അട്ടിമറിച്ച് അതിൻ്റെ സാധ്യതകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി എതിരാളികളെ മുഴുവൻ വെട്ടിവീഴ്ത്തി എതിർഭാഗത്തുള്ളവരെ ഒതുക്കി ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ കയ്യിലാണിപ്പോൾ IPCയുടെ നേതൃത്വം. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. IPCയിലെ പാവപ്പെട്ട ദൈവജനവും ദൈവദാസന്മാരും ഒന്നും ഇതിനോടൊന്നും എതിർത്ത് നിൽക്കാനോ അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കാനോ ഒന്നും തയ്യാറല്ല. കാരണം ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമുള്ളവരാണ് 99% ആളുകളും. അതൊരവസരമാക്കി മാറ്റിയ ചില വ്യക്തികൾ ഈ സഭയെ കൈയടക്കി വച്ചിരിക്കുന്നു, തെറ്റായ മാർഗത്തിലേക്ക് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം ഇതിനൊരു മാറ്റമുണ്ടാക്കട്ടെ. അപമാനകരമായ സാഹചര്യങ്ങളിൽ നിന്ന് സഭയെ ദൈവം വിടുവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. IPC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമല്ല ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. ഇതൊരു സംഘടന മാത്രമാണ്, ഇതൊരു പ്രസ്ഥാനം മാത്രമാണ്. ഇവിടുത്തെ നമ്മുടെ പ്രായോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നൊരു പ്രസ്ഥാനം. എന്നാൽ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. സഭ ഇതിനകത്തുണ്ട്. ഓരോ വിശ്വാസിയും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ഏറ്റെടുക്കുക, ദൈവവചനത്തിൻ്റെ തെളിമ തിരിച്ചറിയുക. 1-2 പേർ മാറിപ്പോകുന്നതോ ഉപദേശം ഉപേക്ഷിച്ചു പോകുന്നതോ ഒന്നുമല്ല വിഷയം. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചവർ അത് കൃത്യമായി അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.